നമുക്ക് കിട്ടിയ റൂമിൻ്റെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു രക്ഷയില്ല. റൂം കിട്ടാൻ പാടാണ് എങ്കിലും അടിപൊളി. ഗൈസ് നമ്മൾ റെഡിയായി പോവാൻ നിൽക്കുന്നു. സിദാന്റെ ഒരു കോമഡി എന്താ വെച്ചാല് ഞാൻ പിന്നെ പറഞ്ഞോളാം. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. അപ്പോൾ നമ്മുടെ ചെക്കിനൊന്ന് കുളിപ്പിക്കാമെന്ന് വെച്ചു. വേറെ ഒന്നല്ല, ഒരുപാട് അഴുക്കൊന്നും പോയിട്ടില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പൈപ്പ് വെച്ച് ഒന്ന് അടിച്ചങ്ങോട്ട് കയറ്റി. അത്യാവശ്യം ചളിയൊക്കെ ഒന്ന് പോയി ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പം ലഗേജൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, എല്ലാം കെട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കയറില്ലാത്തതുകൊണ്ട് സിദാൻ അങ്ങനെ തന്നെ കെട്ടി പോവാം. നമ്മളെങ്ങോട്ട് പോകുന്നതല്ലേ, ലാസ്റ്റ് കാണിച്ച ഒരു പാറുണ്ടല്ലോ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതിനിടയിലൂടെ ഒരു ഡാമുണ്ടെന്ന് പറഞ്ഞു. ആ ഡാമൊന്ന് ചെറുതായിട്ട് കണ്ടു പോകാമെന്ന് വിചാരിച്ചു. വലിയ ഡാമൊന്നുമല്ല, ചെറിയ ഡാമാണ്. എന്നാലും ഒന്ന് കണ്ടിട്ട് പോകാൻ എനിക്ക് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ആ ഒരു പാറ മാത്രം കാണാനുള്ളൊരു കാഴ്ച വേണ്ട. മൂന്നാർ വണ്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. എനിക്ക് തോന്നുന്നു ഒരുപാട് ഹിഡൻ പ്ലേസസ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഒരുപാടൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നാലും കിട്ടിയ ഐഡിയ വെച്ചിട്ട് അതാണ് ഏറ്റവും വലിയ സ്പോട്ടുകൾ പറയുന്നത്. ശരിക്കും സോളോ ഡ്രൈവ് ആണെങ്കിൽ അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും, ശരിയാണ്. പക്ഷേ കൂടെ ഒരാളുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. കാരണം അവൻ്റെ തമാശകളും അവൻ്റെ കോമഡിയൊക്കെ ആയിട്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് പോയത്. ഒരുപാട് തമാശയും അവനെ കളിയാക്കലും അതൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെയാണ് പോയത്. യാത്ര കുറച്ചും കൂടി മനോഹരമായത് സത്യം പറഞ്ഞാൽ കൂടെ ഒരാളുള്ളത് കൊണ്ട് തന്നെയാണ്. ഒറ്റയ്ക്കാണെങ്കിൽ മേ ബി നമുക്ക് കുറേ കഴിയുമ്പോൾ ഒരു മടുപ്പ് പോലെ ചടപ്പൊക്കെ വന്നേനെ. പക്ഷേ അവനുള്ളത് കൊണ്ട് തന്നെ എൻജോയ് ചെയ്തു. ഇത് നമ്മുടെ ആ ഒരു ഡാമിലേക്ക് പോകുന്ന വഴിയാണ്. ഡാമിൻ്റെ പേര് എന്നോട് മറന്നുപോയി, ബോർഡ് ഞാൻ കാണിച്ചു തരാം അവിടെ എത്തുമ്പോൾ. സോ നല്ല വഴിയാണ്. ഞാൻ പറഞ്ഞില്ലേ, പച്ചപ്പ്, അത് മൂന്നാറിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാന്ന് പറയുന്നത് വെറുതെ അല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡാം, സെങ്കുളം ഡാം എന്ന് പറയും. ചെറിയ ഡാമാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ ഡാമുകൾ ഇടുക്കിയിൽ ഒരുപാട്, മൂന്നാറിൽ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളിവിടെ സൈഡാക്കിയിട്ടുണ്ട് തൽക്കാലം. നോക്കുന്ന സമയത്ത് ഞാനൊരു സാധനം കണ്ടു. എനിക്ക് തോന്നുന്നു നാരങ്ങയാണെന്ന് തോന്നുന്നു. ഈ ഒരു നാരങ്ങ, ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയെങ്കിൽ കാണുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം ഇതെന്ത് നാരങ്ങയാണെന്നുള്ളത് കേട്ടോ. ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയല്ല, ആ അറ്റത്താണ്. അവിടെയാണ് ബോട്ടിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. എൻട്രി ഫീ ഏകദേശം 40 20 രൂപ, ഒരാൾക്ക് 20 രൂപ എങ്ങനെയാണ്, 2 പേർക്ക് 40 രൂപ. അത്രക്ക് മാത്രമൊന്നുമില്ല. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം എന്നുള്ളത് ബോട്ടിംഗ് ആണ്. അതാണ് മെയിൻ കാര്യം അവിടെ ഉള്ളത് ഞാൻ കണ്ടതിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലം. ചെറിയൊരു പാർക്ക് തന്നെ. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ചെയർ മസാജും ഫിഷ് സ്പായും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മൂന്നാറിൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇവിടെയാണ് ഈ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം. ഒരു വ്യൂ എന്ന് പറയുന്നത് ഞാൻ പറയില്ലേ, ഈ വെള്ളവും അതിൻ്റെ പച്ചപ്പും ചെറിയ ചെറിയ മലനിരകളും ഒക്കെ കാണാൻ തന്നെ ഒരു വേറെ തന്നെ വൈബാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു രക്ഷയില്ല. ഞാൻ പറയില്ലേ, മൂന്നാർ വന്നിട്ട് ഇത്ര മാത്രം എക്സ്പ്ലോർ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എൻ്റെ ഫസ്റ്റ് ടൈം കാഴ്ച ആയതുകൊണ്ടായിരിക്കും വളരെ മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.